തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ക്രിസ്മസിൻ്റെ ഒരുക്കനാളുകളിൽ സർവശക്തനായ ദൈവം നമുക്ക് പങ്കുവയ്ക്കുന്ന വലിയ സമാധാനവും ആനന്ദവും സംരക്ഷണവും നമുക്കനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധ മത്തായി ശ്ലീഹ കുറിച്ചു വച്ചിരിക്കുന്ന ചില വചനഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഈ ക്രിസ്മസിൻ്റെ ഒരുക്കനാളുകളിൽ നമ്മളെല്ലാവരും ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. അപ്പോൾ ഹേറോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചെറിഞ്ഞു. 2-ാം അധ്യായം 9-ാം തിരുവചനം. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. 10-ാം തിരുവചനം. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. നക്ഷത്രത്തെക്കുറിച്ചാണ് മത്തായി ശ്ലീഹ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പതിവ് രീതിയില്ലേ? നമ്മുടെയൊക്കെ വീടിൻ്റെ മുൻവശത്ത് മറ്റു ജനങ്ങൾ കാണെ നക്ഷത്രം നമ്മൾ കെട്ടിത്തൂക്കും. ഈ നക്ഷത്രം ഒരു വരവറിയിക്കുകയാണ്, ലോക ജനതയെ മുഴുവൻ അറിയിക്കുകയാണ് ഞങ്ങളുടെ രക്ഷകൻ്റെ വരവ്. പാരമ്പര്യമായി നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം. ഈ വർഷത്തെ ക്രിസ്മസ് നിൻ്റെ ജീവിതത്തിൽ ഈ വരവ് ജനങ്ങളെ നീ അറിയിച്ചോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നക്ഷത്രം തൂക്കിയോ? നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുകളിൽ നിങ്ങൾ നക്ഷത്രം തൂക്കിയോ? കാരണം ഇത് പറയാൻ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. പലരുടെ മനസ്സിലും പലതരത്തിലുള്ള ചിന്തകളാണ് ഈ വർഷത്തെ ക്രിസ്മസിനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എങ്ങനെയാ വീടിൻ്റെ മുൻപിൽ നക്ഷത്രമൊക്കെ തൂക്കിയോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അച്ഛാ, ഈ വർഷത്തെ ക്രിസ്മസ് ഒരു ക്രിസ്മസ് അല്ല അച്ഛാ. ഈ വർഷത്തെ ക്രിസ്മസ് എന്ത് ക്രിസ്മസ്? ഇത് കൊറോണ ക്രിസ്മസ് അല്ലേ? ഇത് ദുരിതത്തിൻ്റെ ക്രിസ്മസ് അല്ലേ? അതുകൊണ്ട് അച്ഛാ, ഈ വർഷം നക്ഷത്രമൊന്നുമില്ല, പുൽക്കൂടൊന്നുമില്ല, ക്രിസ്മസ് ട്രീ ഒന്നുമില്ല, ആഘോഷങ്ങളൊന്നുമില്ല, പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ പ്രദേശത്തുള്ള പള്ളികളൊക്കെ തുറന്ന് അവിടെ വിശുദ്ധ കുർബാനകളൊക്കെ ആരംഭിച്ചെന്നാണല്ലോ ഞാൻ കേട്ടത്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാനും കേട്ടച്ചാ, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഏതായാലും ആ വഴിക്കൊന്നും പോയിട്ടില്ല. കാരണം ഇനി പള്ളിയിൽ പോയിട്ട് കൊറോണ പിടിച്ചെന്ന് വരണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട് മാസങ്ങളായി. ഞാൻ അതിനെക്കുറിച്ച് കേട്ടു, പക്ഷെ അന്വേഷിച്ചില്ല. വീണ്ടും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ കടയിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. സംസാരത്തിനിടയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സംസാരിക്കുന്ന വ്യക്തി എല്ലായിടത്തും പോകുന്നുണ്ട്. ഷോപ്പിംഗ് മാളിൽ പോകുന്നുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ കല്യാണങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്, ചില വീടുകളൊക്കെ സന്ദർശിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉണ്ടച്ചാ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു അച്ഛാ, പഴയതുപോലെയൊക്കെ ആയി തുടങ്ങി. പക്ഷേ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു അപാകത. ശ്രദ്ധിച്ചില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു അപാകത. ചിലർ പറയുന്നു, അച്ഛാ, ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഓൺലൈനിൽ പങ്കെടുത്ത് ഞങ്ങൾ തൃപ്തരാണ് അച്ഛാ. പള്ളി തുറന്നു, പക്ഷെ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ബാക്കി എല്ലാ സ്ഥലത്തും പോകാനായിട്ട് സാധിക്കുന്നുണ്ട്, പക്ഷേ
പള്ളിയിൽ പോകാൻ മാത്രം താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം നക്ഷത്രത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടം നിന്റെ ജീവിതത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? നക്ഷത്രം തൂക്കണ്ടേ? ഈ ക്രിസ്മസ് നീ ആഘോഷിക്കണ്ടേ? ഇറച്ചിയും മീനും തിന്ന് ശരീരത്തിലുള്ള ആഘോഷത്തെക്കുറിച്ചല്ല, മറിച്ച് ആത്മീയമായി ഈ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധേയമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതേതെന്നറിയോ? നമ്മുടെ വത്തിക്കാനിൽ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീയും അതോടൊപ്പം തന്നെ നക്ഷത്രമൊക്കെ തൂക്കിയതിൻ്റെ മനോഹരമായിട്ടുള്ള ചില ചിത്രങ്ങളും ചില ആശയങ്ങളുമൊക്കെ. സ്ലൊവേനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് 30 അടിയോളം ഉയരമുള്ള വലിയൊരു ക്രിസ്മസ് ട്രീ. ആ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 30 വർഷമാകുന്നു. അതിൻ്റെ ഒരു ഓർമ്മ പോലെ അവർ ആ രാജ്യത്ത് നിന്ന് വത്തിക്കാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ക്രിസ്മസ് ട്രീ അവരവിടെ സ്ഥാപിച്ചു. 75 വർഷത്തോളം പഴക്കമുള്ള ക്രിസ്മസ് ട്രീ ആണത്. അപ്പോൾ ലോക ജനതയോട് വത്തിക്കാൻ, അതായത് പരിശുദ്ധ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ഈ ദുരിത കാലഘട്ടത്തിൽ, ഈ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും കാലഘട്ടത്തിൽ പ്രതീക്ഷയാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. നക്ഷത്രം നീ നിന്റെ വീടിൻ്റെ മുമ്പിൽ തൂക്കുമ്പോൾ ലോക ജനതയോട് നീ വിളിച്ചു പറയുന്നത് നിരാശയ്ക്കും ദുഃഖത്തിനും അടിമപ്പെട്ട് ജീവിക്കാനല്ല, മറിച്ച് രക്ഷകനുണ്ട് എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷ നീ കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു കാര്യം നീ ഉറപ്പിക്കുക: എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിലും എൻ്റെ സ്ഥാപനങ്ങളുടെ മുകളിലുമൊക്കെ ഞാൻ നക്ഷത്രം തൂക്കും. ചിലർ പറയാറുണ്ട്, അച്ചോ ഈ നക്ഷത്രത്തിലും പുൽക്കൂട്ടിലും ക്രിസ്മസ് ട്രീയിലുമൊന്നും അല്ലല്ലോ കാര്യം, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആത്മീയമായ ഒരുക്കത്തിലല്ലേ കാര്യം. ശരിയാണ്. നക്ഷത്രം തൂക്കിയില്ല എന്ന് കരുതി അതൊരു വലിയൊരു പാപമൊന്നുമല്ല, മറിച്ച് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ലോക ജനതയ്ക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ കിട്ടുന്ന ഒരവസരം, ഒരു സുവിശേഷ പ്രഘോഷണ സമയമാണ്. ലോക ജനതയ്ക്ക് മുമ്പിൽ നീ വിളിച്ചു പറയുകയാണ്, രക്ഷകൻ, സകല ജനതയ്ക്കും വേണ്ടിയുള്ള സദ്വാർത്തയുടെ വലിയ ഒരു ജനനം, ക്രിസ്തുവിൻ്റെ വരവ് ലോക ജനതയ്ക്ക് മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നക്ഷത്രം ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? രക്ഷകനിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നതിൻ്റെ അടയാളം. വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായി സുവിശേഷം എഴുതിയത് നമ്മൾ വായിച്ചു കേട്ടു. ജ്ഞാനികൾ അവർ നക്ഷത്രം കണ്ട് അവർ സഞ്ചരിക്കുകയാണ്. അവസാനം 10-ാം വചനം, 2-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്നത്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അതൊരു അടയാളമാണ്. എങ്ങോട്ട്? രക്ഷകനിലേക്ക് നയിക്കുന്ന ഒരടയാളം. നീ നിന്റെ വീടിൻ്റെ വാതിൽക്കൽ ഒരു നക്ഷത്രം തൂക്കുമ്പോൾ നിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപക്ഷെ ഈ മഹാദുരിതത്തിൻ്റെ കാലഘട്ടത്തിൽ അസ്വസ്ഥതയിലും നിരാശയിലും ജീവിതം തീർന്നു എന്നുപോലും ചിന്തിക്കുന്ന അനേകർക്ക് മുമ്പിൽ നീ പറയുകയാണ്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, നീ ദുഃഖിച്ചിരിക്കരുത്, ദൈവമുണ്ട്. ഇതൊരു അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു പൂ ഒരാൾക്ക് സ്നേഹത്തോടെ കൊടുത്തുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ പൂ എന്താണ്? ഇതൊരു അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളം. ഉദാഹരണത്തിന് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഒരു നോട്ടീസ് ബോർഡ്, ഡിവൈൻ ധ്യാന കേന്ദ്രം, ഫരീദാബാദ്, ഡൽഹി. അപ്പോൾ നമ്മൾ ഈ വഴിയിൽ ഈ മാർക്ക് കാണുമ്പോൾ, ഈ അടയാളം കാണുമ്പോൾ അതിൽ തന്നെ ഒരു ധ്യാന കേന്ദ്രമല്ല, മറിച്ച് അത് ധ്യാന കേന്ദ്രത്തിലേക്ക് നയിക്കുന്ന ഒരു അടയാളമാണ്, സൈൻ ബോർഡാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഇപ്രകാരമുള്ള അടയാളങ്ങളിലൂടെയാണ് മനുഷ്യരോട് സംസാരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ, പ്രത്യേകിച്ച് പഴയ നിയമ വചനം വായിച്ചു പോകുമ്പോൾ ഫറവോയുടെ മുമ്പിൽ ദൈവം ഒത്തിരി അടയാളങ്ങൾ കൊടുത്തു. ഈ അടയാളങ്ങൾ ഫറവോയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാനസാന്തരത്തിലേക്ക് നയിച്ചോ? ഇല്ല. ഓരോ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം
കൂടുതൽ കഠിനമായി എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്കും ആത്മീയമായ വളർച്ചയിലേക്കും നയിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ അനുഭവിക്കുന്ന ഈ വൈറസിൻ്റെ മഹാമാരിയുടെ നടുവിൽ ദൈവം എന്തൊക്കെയോ ചില അടയാളങ്ങളല്ലേ നമുക്ക് നൽകുന്നത്. ധ്യാനിച്ചു നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നീ കടന്നുപോയ അനുഭവങ്ങൾ ഒരുപക്ഷെ ആലോചിക്കും തോറും അസ്വസ്ഥത, പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നിന്നോട് സംസാരിച്ചിട്ടില്ലേ? ഇതൊരടയാളമാണ്. നക്ഷത്രം ഒരടയാളമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നീ കടന്നു പോകുന്ന ഈ ദുരിതം ഇതൊരു അടയാളമാണ്. ഞാൻ ഓർക്കുന്നൊരു സംഭവം പറയാം. ഫെബ്രുവരി മാസത്തിൽ, ഈ 2020 ഫെബ്രുവരി മാസത്തിൽ ഒരു ഭാര്യയും ഭർത്താവും അവർ പരസ്പരം വിവാഹ ജീവിതത്തിൻ്റെ 3 വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞില്ല, ജീവിതത്തിൻ്റെ ദുരിതം, ദുഃഖം, അസ്വസ്ഥത, അവർ തമ്മിൽ മാനസികമായി പൊരുത്തക്കേട്, അവർ വിവാഹമോചനത്തിനു വേണ്ടി ശ്രമിക്കുന്നു. അവർ കോടതിയിൽ പോയി. കോടതി അവരോട് പറഞ്ഞു ഒരു കൗൺസിലിങ്ങിന് അവരെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, മാർച്ച് മാസത്തിലാണ് കൗൺസിലിംഗ് ഡേറ്റ് ഒക്കെ അവർക്ക് കിട്ടിയത്. അവർ കൗൺസിലിങ്ങിനൊക്കെ പോയി സംസാരിച്ചു. അതിനുശേഷം ലോക്ക്ഡൗൺ ആയി. ഇവർ കുറേ നാളുകളായിട്ട് ഈ ഭാര്യയും ഭർത്താവും 2 സ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ ലോക്ക്ഡൗൺ വന്നതോടുകൂടി ഇവർക്ക് ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായി. മാർച്ച് മാസം, ഏപ്രിൽ മാസം മുമ്പോട്ട് നീങ്ങും തോറും സംഭവിച്ച കാര്യം എന്തെന്നറിയോ? മാനസികമായി അകൽച്ചയിലായിരുന്ന ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. അവർ ജീവിതത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരുന്ന ആ കുടുംബം ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു ഈ ദുരിത കാലഘട്ടം. ഇപ്പോൾ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ സ്ത്രീ ഗർഭവതിയാണ്. അവരുടെ കുടുംബം, ഭർത്താവ് കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ സന്തോഷ വാർത്തയുണ്ട്. അച്ഛൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വിവാഹമോചനത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ചില അനുഭവങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായി. അച്ഛാ, ഈ കൊറോണ ഞങ്ങൾക്ക് ഒരു അടയാളമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള തിരുവചന ഭാഗം, കാനായിലെ വിവാഹ വിരുന്ന്. ആ അത്ഭുതത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ എഴുതിയതിന് ശേഷം കൃത്യമായ ഒരു കാര്യം വായനക്കാരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അത്ഭുതം ഒരു അടയാളമാണ്. പുതിയ നിയമത്തിൽ യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും എന്താണ്? ഒരു അടയാളമാണ്. സങ്കീർത്തകനായ ദാവീദ് കൃത്യമായി കുറിച്ചു വച്ചിരിക്കുന്ന ഒരു വചനഭാഗം, സങ്കീർത്തനം 147 വചനം 4. അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു, അവയ്ക്കോരോന്നിനും പേരിടുന്നു. അപ്പോൾ ഒരു അടയാളം പോലെ ഒരു നക്ഷത്രം നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇത് ദൈവം നൽകുന്ന ഒരു അടയാളമാണ്. ദൈവത്തിനറിയാം, ദൈവം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇതുപോലെയുള്ള അടയാളങ്ങളിലൂടെയാണ്. പ്രാർത്ഥനാവസരങ്ങളിലൊക്കെ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾക്ക് ചില അടയാളങ്ങൾ നൽകണമേ. പ്രാർത്ഥനയിൽ ചോദിക്കുന്ന എന്തിനെന്നറിയോ അടയാളങ്ങൾ? ദൈവമേ, ഈ കാര്യത്തിൽ അങ്ങ് ഇടപെടുന്നുണ്ട് എന്നുള്ളതിന് എനിക്കൊരടയാളം നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അടയാളങ്ങൾ ഒരിക്കലും അത് അവസാനമല്ല. അടയാളം മറ്റൊന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനുള്ളതാണ്, മറ്റൊരു കാര്യത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. അടയാളം ഒരിക്കലും അടിസ്ഥാനമാകരുത്. ഉദാഹരണത്തിന്, ഞാനെന്ന് പറയുന്ന ഒരു വൈദികൻ,
ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ജനങ്ങൾ എന്നെ കണ്ടിട്ട് കൈകൂപ്പി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവരെന്നെ കാണുമ്പോൾ സ്തുതി ചൊല്ലുന്നത്? ഞാനൊരു വൈദികനായതുകൊണ്ട്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? യേശുവിൻ്റെ മുഖം, യേശുവിൻ്റെ സാന്നിധ്യം ഒരു വൈദികനിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായി? യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അങ്ങനെയല്ലേ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ആർക്കാണ് സ്തുതി? അച്ഛനല്ല, മറിച്ച് ഈശോയ്ക്കാണ് സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ചില അപകടങ്ങളൊക്കെ സംഭവിക്കുന്നില്ലേ? ചില അടയാളങ്ങൾ അവർ അടിസ്ഥാനമാകാൻ വേണ്ടി ശ്രമിക്കും. വേണമെങ്കിൽ നമുക്കതിനെ ആൾ ദൈവങ്ങളെന്നൊക്കെ പറയാം. ഞാൻ തന്നെ എല്ലാം, അല്ലേ? ചിലരുടെയൊക്കെ സംസാരങ്ങളും പ്രവൃത്തിയും കാണുമ്പോൾ ഓ ദൈവമേ, ഇതിനപ്പുറം മറ്റൊന്നില്ലല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. എല്ലാം തികഞ്ഞവരെ പോലെ പെരുമാറുക, ചില ആൾ ദൈവങ്ങളായി മാറുക, ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുക, വലിയ അപകടങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അടയാളം ഒരിക്കലും അടിസ്ഥാനമാകാൻ ശ്രമിക്കരുത്. അടയാളത്തിൻ്റെ ദൗത്യം എന്താണ്? അത് മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നു. നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നക്ഷത്രം അത് രക്ഷകനിലേക്കും രക്ഷയിലേക്കും സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട ഒരു നിലപാടും നീ ഒരു അടയാളമായിട്ട് മാറണം. കാരണം ഈ ദുരിത കാലഘട്ടം, അല്ലേ, 2020 എന്തെല്ലാം കണക്ക് കൂട്ടലുകളോടുകൂടെ ആരംഭിച്ചതാണ്. ഈ വർഷത്തെ എന്തെല്ലാം ചെയ്യണമെന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞില്ലേ, അല്ലേ? കലണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തയ്യാർ ചെയ്തിരുന്നത്. എന്നാൽ 2020 അവസാനിക്കാറാകുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നു. നമ്മൾ വിചാരിച്ചതൊന്നുമല്ലല്ലോ നടന്നത്. മനുഷ്യൻ്റെ നിസ്സാരത ഇത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വർഷമുണ്ടോ? ഈ മഹാദുരിതത്തിൻ്റെ നടുവിൽ മാമോദീസ ജലം നിന്റെ തലയിൽ വീണെങ്കിൽ നീ ഒരു കാര്യം പ്രഖ്യാപിക്കണം. ചുറ്റുവട്ടത്ത് നിരാശയും ദുഃഖവും പ്രത്യാശയും നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ നീ ഒരു അടയാളമായിട്ട് നിൽക്കണം. ദൈവം എന്നൊരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലുണ്ട് എന്ന് പ്രഖ്യാപിക്കാനുള്ള വലിയൊരു ദൗത്യം. ഒരുപക്ഷെ ചില അനുഭവങ്ങളുടെ നടുവിലൊക്കെ ചിലരൊക്കെ വിളിച്ചു പറയും, ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, മനുഷ്യൻ്റെ തകർച്ച കണ്ടില്ലേ എന്നിങ്ങനെയൊക്കെ നിന്റെ ചുറ്റുവട്ടത്തെ ആളുകൾ പറയുമ്പോൾ, ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ പോലും അങ്ങനെയുള്ള ചില ചിന്തകൾ കടന്നു വരുമ്പോൾ നീ ഓർക്കണം, ദൈവം എനിക്കൊരു ദൗത്യം തന്നിട്ടില്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും നന്മയുടെയും ഒരടയാളമായിരിക്കാനുള്ളൊരു വിളി ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ. നിന്റെ വീടിൻ്റെ മുൻവശത്ത് നീ ഒരു നക്ഷത്രം തൂക്കുമ്പോൾ എന്തു ചെയ്യണം? മറ്റുള്ളവർ അത് കാണട്ടെ. വീടിൻ്റെ അകത്തല്ല നക്ഷത്രം തൂക്കേണ്ടത്, മറിച്ച് വീടിൻ്റെ വെളിയിൽ ജനങ്ങൾ കാണെ ഒരു നക്ഷത്രം തൂക്കിക്കൊണ്ട് നീ പറയണം, ഈ മഹാദുരിതത്തിൻ്റെ നടുവിലും ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു, എനിക്ക് ഒരു രക്ഷകനുണ്ട്. കാരണം നീ ചെയ്യുന്നത് ഒരു അടയാളത്തിൻ്റെ പ്രവൃത്തിയാണ്. ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് മത്തായി സുവിശേഷം എഴുതി വെച്ച വചനഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു വചനമുണ്ട്. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നക്ഷത്രം കണ്ട് രക്ഷകനിലേക്ക് എത്തിയവർ അവരുടെ ജീവിതത്തിൽ അവരെടുത്തൊരു നിലപാടെന്താണ്? മറ്റൊരു വഴിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു തീരുമാനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു എന്ന് പറയുന്ന രക്ഷകനെ കണ്ടെത്തുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ അതിശക്തമായ മാറ്റങ്ങൾ സംഭവിക്കും. അതല്ലേ യേശുവിൻ്റെ പക്കലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന കൃപ. ശാരീരിക രോഗസൗഖ്യം, മാനസികമായ അഭിഷേകം, ആത്മീയ കൃപ,
അതിനേക്കാൾ ഉപരി ജീവിതത്തിലെ അതിശക്തമായ മാനസാന്തരത്തിൻ്റെ വഴികൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നക്ഷത്രം നിന്നോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വഴിമാറി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാതെ, പള്ളിയിൽ പോകാതെ, നിനക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ എന്ന് പറഞ്ഞാൽ ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ നിന്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ക്രിസ്മസ് കാലഘട്ടം നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ആത്മീയമായ ചില മാറ്റങ്ങൾ നിനക്ക് അനിവാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് ഈ ക്രിസ്മസ് നമുക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ആയി മാറുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ എന്ത് ക്രിസ്മസ്, ഈ ദുരിതകാലത്തെ ക്രിസ്മസ്, ഇതൊരു ക്രിസ്മസ് അല്ല. പ്രിയപ്പെട്ടവരെ, നീ ലോകത്തോട് വിളിച്ചു പറയണം. നിന്റെ ജീവിതത്തിലെ സ്വഭാവ രീതികൾ കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, രക്ഷകൻ ഇന്നും പിറക്കുന്നു. ഇതിനുള്ള വിളിയല്ലേ നമുക്കുള്ളത്. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ചുവട് മാറ്റമില്ലെങ്കിൽ, വഴിതിരിഞ്ഞ് നമ്മൾ ജീവിതത്തിൽ സഞ്ചരിക്കാൻ തയ്യാറല്ലെങ്കിൽ, ഒരു മാനസാന്തരത്തിന് തയ്യാറല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പഠിക്കാൻ നമ്മൾ നക്ഷത്രത്തെക്കുറിച്ച് തന്നെ പഠിച്ചാൽ മതി. നമ്മൾ ഉൽക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉൽക്ക നമുക്കറിയാം, സൗരയൂഥം, സൂര്യനും സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന നക്ഷത്രജാലങ്ങൾ ഉൾപ്പെടെയുള്ളത് സൗരയൂഥം. ഓരോ നക്ഷത്രവും അല്ലെങ്കിൽ ഓരോ ഗോളങ്ങളും സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഭ്രമണപഥത്തിലൂടെയാണ്, കൃത്യമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ രാത്രിയും പകലുമൊക്കെ അനുഭവിക്കുന്നത്? സൂര്യന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗോളങ്ങളും നക്ഷത്രജാലങ്ങളും സൗരയൂഥം. അപ്പോൾ ഒരു നക്ഷത്രം വിചാരിക്കുകയാണ്, എത്ര വർഷങ്ങളായി ഞാനിങ്ങനെ ഒരേ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു, ഞാനിങ്ങനെ യാത്ര ചെയ്ത് മടുത്തു, ഇനി ഞാൻ മറ്റൊരു ശൈലിയിൽ ഒന്ന് സഞ്ചരിച്ചാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ട്രാക്ക് തെറ്റി ഒന്ന് യാത്ര ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കേണ്ട, പ്രകാശിച്ചു നിൽക്കേണ്ട നക്ഷത്രം ഭൂമിയിൽ ഉൽക്കയായി നിപതിക്കും. എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അത് പിന്നെ ഒന്നിനും കൊള്ളില്ല. അത് വീഴുന്ന സ്ഥലം നശിച്ചു പോകും. അതിൻ്റെ നന്മയും പ്രകാശവും നഷ്ടപ്പെട്ടു പോകും. ആകാശത്തിൽ പ്രകാശിച്ചു നിൽക്കേണ്ട പല നക്ഷത്രങ്ങളും ഉൽക്കയായി മാറാറില്ലേ? ഒരു പക്ഷേ ഈ പറയുന്ന സമയത്ത് തന്നെ നിന്റെ ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ട ഒരു ഉൽക്കയുടെ അവസ്ഥയിലേക്കൊക്കെ നീ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇത് നിനക്കുള്ള ഒരു വലിയ വിളിയുടെ സമയമാണ്. നഷ്ടപ്പെട്ട പ്രകാശം വീണ്ടെടുക്കാനുള്ള സമയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ അത് ആരംഭിക്കാം. ഒരു കുടുംബനാഥൻ കുടുംബജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ആത്മീയ കാര്യങ്ങളിൽ അതിശക്തമായി നിലയുറപ്പിക്കുമ്പോൾ നീ കുടുംബത്തിൻ്റെ ഒരു സ്റ്റാറാണ്, ഒരു നക്ഷത്രമാണ്. മദ്യപിച്ച് ലെക്കുകെട്ട് നിന്റെ വീട്ടിൽ വന്ന് ഭാര്യയ്ക്കും മക്കൾക്കും നീ കൊടുക്കേണ്ട നന്മ മുഴുവൻ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ പ്രകാശം നഷ്ടപ്പെട്ട ഒരു ഉൽക്കയായി മാറും. അത് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും പറയുന്ന എനിക്കും ഒക്കെ അത് ബാധകമാണ്. പ്രകാശിച്ച് നിൽക്കേണ്ട നമ്മുടെ ജീവിതങ്ങൾ പ്രകാശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ ശോഭ നഷ്ടപ്പെട്ട് ഉൽക്കയായി മാറുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സ്റ്റാറുകളായി മാറാം. നമുക്കൊക്കെ സ്റ്റാർ ആവാം. നമ്മളൊക്കെ ചിലരെയൊക്കെ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നൊക്കെ വിളിക്കാറില്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാം. നമ്മളൊക്കെ സ്റ്റാറുകളാണ്, നക്ഷത്രങ്ങളാണ്. ഇത് കേൾക്കുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ, നിങ്ങൾ കുടുംബത്തിൻ്റെ സ്റ്റാറുകളാണ്. എങ്ങനെ? ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ വളരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ സ്റ്റാറുകളാണ്. ദാനിയേലിൻ്റെ പ്രവചനം, മനോഹരമായിട്ടുള്ളൊരു വചനം നമുക്ക് പങ്കുവയ്ക്കും. 12-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കുന്നു. നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീരുമാനം നമുക്ക് ഉറപ്പിക്കാം.
നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നക്ഷത്രം തൂക്കി നാട്ടുകാരോടും ഒക്കെ വിളിച്ചു പറയുന്നു രക്ഷകനുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഒരു സ്റ്റാറായി നമുക്കൊരടയാളമായിട്ട് നിൽക്കാം. രക്ഷകനിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.